പ്രിയപ്പെട്ടവരെ, മൂവാറ്റുപുഴയ്ക്ക് നല്ല മഴയായിരുന്നു. നിങ്ങളുടെ നാട്ടിലും മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. എന്നിരുന്നാലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നേക്കുന്ന പുതിയൊരു എഡിറ്റിംഗ് ടിപ്സിനെ കുറിച്ച് പറയാനായിട്ട് വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 80% ആളുകൾക്ക് അറിയാമായിരിക്കും. കാരണം നമ്മുടെ പ്രൊഫൈൽ എടുത്ത് സെറ്റിങ്ങിൽ കയറുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ കാണാൻ കഴിയും. എഡിറ്റ്സ് എന്ന് പറയുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1.5 മാസക്കാലമായിട്ട് അവർ കമ്മിങ് സൂൺ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഐ ഡിക്കകത്ത് കിടപ്പുണ്ടായിരുന്നു. കണ്ടവർക്ക് മനസ്സിലാകുമായിരിക്കും. അപ്പം ഈ എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് ചെയ്യാൻ കഴിയും. പിന്നെ സമയപരിധി ഉണ്ട്. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക വീഡിയോ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്തിരുന്നത് എങ്ങനെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയും, എങ്ങനെ ഈ എഡിറ്റ്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്ത്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷനകത്ത് എങ്ങനെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ കഴിയും, എങ്ങനെ നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ കഴിയും, അതിനകത്ത് ലെറ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാൻ കഴിയും, ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ഏറ്റവും വലിയ ഇതിനകത്ത് ഫീച്ചറുകളിൽ ഏറ്റവും നല്ലൊരു ഫീച്ചർ ഞാൻ കണ്ടത് ലെറ്റേഴ്സ്. നമ്മളൊരു സോങ് ചെയ്യുമ്പോൾ ആ സോങ്ങിൻ്റെ ലെറ്റേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അതായത് ആനിമേഷനകത്ത് അതിനകത്ത് നമ്മൾ സ്റ്റൈലിഷ് ലെറ്റേഴ്സ് ആഡ് ചെയ്യാൻ കഴിയും നമുക്കിതിനകത്ത്. സ്റ്റൈലായിട്ട് ലെറ്റേഴ്സുകൾ എന്താണ് അതിനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറന്നു വരുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ക്യാപ്കട്ടിനകത്ത് മാത്രമായിരുന്നു. ക്യാപ്കട്ടിനകത്ത് ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. അതിനടുത്ത് തന്നെ ഉള്ള നല്ല നല്ല ആനിമേഷൻസ് ഇതിനകത്തുമുണ്ട്. അപ്പം തന്നെയല്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആയതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്താണ് എഡിറ്റ്സ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പം അതിനകത്തേക്ക് കൊടുക്കുമ്പം നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ മറ്റൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇൻസ്റ്റാഗ്രാം നമുക്ക് റീച്ച് തരുന്നത് ഇതായിരിക്കും. അപ്പം ഇതിൻ്റെ ബാക്കി ഒരു സ്ക്രീൻ വീഡിയോ ഇതിനകത്ത് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നുള്ളൊരു സ്ക്രീൻ വീഡിയോ എൻ്റെ അടുത്ത വീഡിയോയിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇത് എൻ്റെ വീഡിയോസ് കാണുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാധാരണക്കാരനെ പറഞ്ഞു തരാനൊരു സാധാരണക്കാരനെ കാണുകയുള്ളൂ എന്നൊരു ബോധ്യം കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ഒരു ചെറിയ ലൈക്ക്, നിങ്ങൾ 1-2 തവണ കാണുക. അന്നേരം ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. 1-2 തവണ കാണുക, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളുക. ഇതിൻ്റെ എഡിറ്റിംഗ് ടിപ്സ് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ.